അല്ല, ശരിക്കും കടൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മൾ ആരും കണ്ടത് കടലല്ല, അതിൻ്റെ തീരവും അവിടെ കണ്ട തിരകളുമാണ്. കടൽ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോഴാണ് വേറൊരു ലോകം തന്നെ അതിലുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് കടലാണോ? ഇപ്പോൾ മനസ്സിലായില്ലേ, അത് തീരമാണ്, തിരകളാണ്. ജീവിതവും ഇങ്ങനെ തന്നെ. നമുക്കെല്ലാം അറിയാമെന്ന് കരുതുമ്പോഴും നമുക്ക് അറിയാത്ത എത്രയോ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കൊരാളെ മനസ്സിലായി എന്ന് നമ്മൾ മനസ്സിൽ തട്ടി പറയുമ്പോഴും നമ്മളറിയാത്ത എത്രയോ നിഗൂഢതകൾ ഓരോ വ്യക്തികളിലും ഉണ്ട്. ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാറുണ്ട്. അത്രയ്ക്ക് സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ് എന്നൊക്കെ നമ്മൾ പറയുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും പലപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാറില്ല. എല്ലാവരിലും ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലെ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ആഴം അറിയണമെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ പറയാറുണ്ട്, ഒരു ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫ്രണ്ട് എപ്പോഴും നമ്മുടെ ചിരി കണ്ട് സന്തോഷിക്കും. എന്നാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ ചിരിക്കുമ്പോഴും ആ ചിരിക്കുള്ളിൽ നമുക്കൊരു ദുഃഖമുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് നല്ല ഒരു ഫ്രണ്ട് ആകുവാൻ നമുക്ക് സാധിച്ചാൽ മറ്റുള്ളവരുടെ ഉള്ളിലെ വിഷമങ്ങളെ മനസ്സിലാക്കുവാനും അത് വിലയിരുത്തി അതിനോട് സഹാനുഭൂതിയോടെ നല്ല വാക്കുകൊണ്ടെങ്കിലും ഒരു കൈത്താങ്ങൽ നൽകുവാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം അർത്ഥവത്താകും. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഒട്ടനവധി മനുഷ്യ മനസ്സുകളുടെ നിഗൂഢതകളാണ്. ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനില്ലാതെ ഭാരപ്പെടുന്നു. ഒരുപാട് മനുഷ്യർ സങ്കടത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നു. രോഗാവസ്ഥയിലുള്ളവർ ഒട്ടനവധി. ഇവിടെയൊക്കെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ സന്തോഷവും സങ്കടവും കണ്ടറിയുവാനും സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുന്നത് പോലെ സങ്കടത്തിൽ അവർക്ക് താങ്ങായും തണലായും കൂടെ നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. മനുഷ്യത്വമുള്ള, മനസാക്ഷിയുള്ള നല്ല മനുഷ്യരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു.